next class of organizational behavior, management behavior and organizational behavior. I think it's our 4th class. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചൊക്കെ പറഞ്ഞു പോയിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. And in the last class that we have discussed about some of the Japanese techniques, that is Japanese firms follow ചെയ്യുന്ന ചില ടെക്നിക്സുകളാണ് നമ്മൾ പറഞ്ഞു പോരുന്നുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആദ്യം ഞാൻ വീണ്ടും നമ്മൾ നിങ്ങൾ ക്ലാസ് കണ്ടു കാണും. ദാറ്റ് ഈസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി PQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എവല്യൂഷൻ ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ നിങ്ങളോടൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പ്രിൻസിപ്പിൾസ്, പിന്നെ നമ്മളതിൻ്റെ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ക്വാളിറ്റി സർക്കിൾസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ദാറ്റ് ഈസ് ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് another technique that is used in Japanese firm, that is Six Sigma. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ the board, that is 6 sigma എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ അതിലാദ്യം നമ്മൾ what is 6 sigma എന്നുള്ളത് നോക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, തേർഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ ഞാൻ ബോർഡ് ഞാൻ എഴുതിയിട്ടില്ല, പിന്നെ സിക്സ് സിഗ്മ മെത്തഡോളജീസ് ആണ്. അപ്പോൾ കഴിയുമ്പോൾ ചിലതൊക്കെ ഞാൻ സ്ലൈഡുകൾ ഞാൻ ഷെയർ ചെയ്യാം ക്ലാസ്സിനകത്ത് കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് സ്ലൈഡിലുള്ളത് നിങ്ങൾ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് യുവർ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. നോട്ട്ബുക്കൊന്നും വെബ് കോമിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളൊരു ലെക്ചർ നോട്ടായിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 6 സിഗ്മ that is ഇതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്, വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണ്. അതായത് മെയിൻ നമ്മൾ PQM ക്വാളിറ്റി സർക്കിൾസ് ഒക്കെ പഠിക്കേണ്ടായിരുന്ന അതിനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ക്വാളിറ്റി ഗുഡ്, അതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഹൈ ക്വാളിറ്റി, ദാറ്റ് ഈസ് മെയിൻ എയിം ഈസ് ഓൺ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇതിന് വേണ്ടിയാണ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അതുമായി ഫോക്കസ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോസസ് ആണ് 6 സിഗ്മ. പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 6 സിഗ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒന്നുകൂടി ഇതിനെ നമ്മളൊന്നും കൂടി ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ്ഡ് ആയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനും ഒരു ഇതുണ്ട്, ഫിഗേഴ്സ് ദാറ്റ് ഇസ് കറക്റ്റായിട്ട് ഒരു പ്രൂവിങ് എന്നുള്ളതുണ്ട് എന്നാണ് പറയുന്നത്. ഡാറ്റ ഡ്രിവൺ അപ്രോച്ച്. ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെക്കുറിച്ച് ദാറ്റ് ഈസ് ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ദാറ്റ് ഈസ് ചെയ്യുന്ന ഒരു, അതായത് കൂടുതൽ വെറുതെ ഏതെങ്കിലും ഒരു ഡാറ്റേനെയല്ല. അപ്പോൾ നമുക്ക് ഡാറ്റ ഡ്രിവൺ അപ്രോച്ചിനെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോകാൻ നമുക്കുണ്ട്. ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് എന്ന് പറഞ്ഞെങ്കിൽ അതായത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനെ ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുക. അത് വെറുതെ ഡിസിഷൻസിലേക്ക് പോകല്ല. ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബേസ്ഡ് അപ്പോൺ ദി ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ചാണ്. ആൻഡ് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മെത്തഡോളജിയാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. 6 സിഗ്മ എന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസുള്ള ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മെത്തഡോളജി. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് താഴത്തേക്ക് തന്നെ അത് എഴുതി പോരാമെന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്, എന്തിനാണ് ഇങ്ങനെ ഇത്രയും 4 കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. മെയിൻ റീസൺ അല്ലെങ്കിൽ പർപ്പസ് ഈസ് ഫോർ എലിമിനേറ്റിംഗ് ദ ഡിഫക്ട്സ് ഇൻ പ്രോഡക്ട്സ്, process or services. Even in the case of the products ആയാലും ശരി, even in the case of the service or in the process, അതിൻ്റെ പ്രോസസ്സിങ്ങിലായാലും ശരി, എല്ലാ ഡിഫക്റ്റുകളും എലിമിനേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നല്ല പറയുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. And it is a data-driven leadership approach using specific tools and methodologies that led to the fact-based decision. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഡാറ്റ ഡ്രിവൺ, അതായത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ നടത്തി അതിൻ്റെ ബേസിസിൽ തീരുമാനമെടുക്കാം. കേട്ടോ, ഡാറ്റയെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തായി മാറുന്നത്, ഒരു ഇൻഫോർമേഷനായി മാറുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദസ് സം സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ ടേക്കൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ടൂൾസുകളും ചില മെത്തഡോളജീസുകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ഇത്ര ദാറ്റ് ഇസ് ദ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ 6 സിഗ്മ ഫോക്കസ് ഓൺ ദി പെർഫോമൻസ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ത്രൂ ഔട്ട് ഹോൾ ഓർഗനൈസേഷനിൽ അതിൻ്റെ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് 6 സിഗ്മ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇതിൻ്റെ അതായത് 6 സിഗ്മ എന്നുള്ള
ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് എക്സീഡ്സ് ദ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റും എക്സ്പെക്ടേഷൻസ് എന്താണോ അതിനപ്പുറത്തേക്ക് അത് എക്സീഡ് ചെയ്യുന്നതാണ്. അതായത് 100% കൊടുക്കുന്നതിന് വരെ നമുക്ക് വേണമെങ്കിൽ 101 എന്ന് പറയാം. പക്ഷെ കറക്റ്റ് നമ്മളത് പറയാം 99.996 സംതിങ് ലൈക്ക് ദാറ്റ്. ഞാനത് മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നണം. അതായത് നമ്മൾ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള നല്ല റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്ന, അതായത് ഒരു ഓർഗനൈസേഷൻ ഇത് കൊണ്ടുവന്നാൽ അവർക്ക് കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് 6 സിഗ്മ അപ്രോച്ച്. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ എറ്റമോളജി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഗ്രീക്ക് സിമ്പിൾ നമ്മൾ സിഗ്മ എന്നില്ലേ, ദാറ്റ് ഈസ് സിഗ്മ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചതല്ലേ നിങ്ങൾ. അപ്പോൾ ആ സിഗ്മ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേമിൽ നിന്നാണ് അതുപോലെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ ടേം, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രോസസ് ഡീവിയേഷൻ, അല്ലേ? ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫ്രം ദ പ്രോസസ് മീൻ ഓർ ടാർഗറ്റ്, നമ്മുടെ മീൻ അഥവാ നമ്മുടെ ടാർഗറ്റിൽ നിന്ന് എത്രമാത്രം നമ്മുടെ പ്രോസസ്സ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്യുന്നതാണ് വഴി മാറി പോകുന്നുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഗ്രീക്ക് സിമ്പിൾ, ഈ സിമ്പിളിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് ഇടാം. ടെക്സ്റ്റ് നമുക്കത് സ്ലൈഡൊന്നും തന്നിട്ടില്ല. നമ്മുടെ ബെൽ കർവ്, ബെൽ കർവ് ഇങ്ങനെയാണ് നമ്മൾ ബെൽ കർവ് വയ്ക്കുക. നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ശരിക്കൊരു ബെൽ കർവ് കേട്ടോ, ബെൽ കർവിൽ നിന്നാണ് ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് സിഗ്മ വരുന്നതെന്നാണ് പറയുന്നത്. അതിൽ 1 സിഗ്മ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭയങ്കര നമുക്ക് പ്രോബ്ലമാറ്റിക് അതൊക്കെയൊന്നും വേണ്ടത് ജസ്റ്റ് തിയററ്റിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കണം. 1 സിഗ്മ സിംബോളൈസസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. അതായത് 1 സിഗ്മ എന്നാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിൻ്റെ മീനിൽ നിന്ന് ഒരു 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിംഗിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഇഫ് ദ പ്രോസസ് ഹാസ് 6 സിഗ്മ, അതാണ് നമ്മൾ സംഭവം അല്ലേ, 6 സിഗ്മ എന്നതാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ പ്രോസസ് ഹാസ് 6 സിഗ്മ 3 above and 3 below the mean, the defect rate is classified as extremely low എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ 6 നമ്മൾ പഠിക്കുന്ന ടേം തന്നെ 6 സിഗ്മ എന്നുള്ളതാണ്. ആ 6 സിഗ്മയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 എണ്ണം, അതായത് നമ്മുടെ മീനിൽ നിന്ന് മുകളിലേക്കും 3 എണ്ണം മീനിൽ നിന്ന് താഴത്തേക്കുമാണെന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് റേറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അത്രയ്ക്കാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഒന്ന് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ 6 സിഗ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് 3 എണ്ണം നമ്മുടെ ടാർഗറ്റിൻ്റെ മീതേക്കും 3 എണ്ണം ടാർഗറ്റിൻ്റെ താഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി ലോ ആണ്, വലിയ കാര്യമായിട്ട് വലിയ ഡിഫക്റ്റുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇയർ 1987 ബൈ നമ്മുടെ മോട്ടറോള, ഇല്ലേ, മോട്ടറോള എന്ന് പറഞ്ഞിട്ടുള്ള അവരാണിത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർക്ക് ടേക്സ് ഓൾമോസ്റ്റ് 5 years എന്നാണ് പറയുന്നത് ടു ഗെറ്റ് ദ റിസൾട്ട്സ് ഓഫ് 6 സിഗ്മയുടെ റിസൾട്ട്സ് അവർക്ക് കിട്ടാൻ വേണ്ടി ഒരു 5 വർഷം, അല്ലാതെ അത് പറയുന്നത് 1 fine ഡേയിലോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന സംഭവമല്ല എന്നാണ് പറയുന്നത്. ആൻഡ് മോട്ടറോള ഡിസ്ക്രൈബ്സ് 6 സിഗ്മ ആസ് എ സ്റ്റാൻഡേർഡ് മെത്തഡോളജി എന്നാണ് അവരതിനെ പറയുന്നത്. അപ്പോൾ മോട്ടറോളയാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അവർ പൈനിയർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് മെത്തഡോളജിയാണ് ഫോർ ഡ്രൈവിംഗ് ആൻഡ് അച്ചീവിംഗ് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് വിത്ത് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ തന്നെ നമ്മളെന്താ പറയുക, ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച്, ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും അച്ചീവ് ചെയ്യാനും സാധിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. അതായത് ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇൻ കേസ് ഓഫ് ക്വാളിറ്റി, ഇൻ ദ കേസ് ഓഫ് പ്രോസസ്, ഇൻ ദ കേസ് ഓഫ് സർവീസസ്, പ്രോഡക്ട്സ്, ഒക്കെ എല്ലാത്തിലും ദാറ്റ് ഈസ് ഒരു എന്താ പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തഡോളജിയാണ് ഇതെന്ന് പറയുന്നത്. 6 സിഗ്മ എന്നാണ് അത് അവർ യൂസ് ചെയ്ത് അവർ പറയുന്നത്. ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് ദാറ്റ് ഫോക്കസസ് an organization on customer requirements, process alignment and analytical rigor and time execution. അത് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇതെന്താണെന്നാണ് പറയുന്നത്, ഇതൊരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വെച്ചു 6 സിഗ്മ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. എന്താണെന്നാണ് പറയുന്നത്, എന്നുള്ള ഫോക്കസ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ്. ദാറ്റ് ഫോക്കസസ് ആൻഡ് ഓർഗനൈസേഷൻ ഓൺ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഒരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക, ദാറ്റ് ഈസ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഫസ്റ്റ് ഈസ് കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്നാണ് പറയുന്നത്.
നോട്ട് പറഞ്ഞു തരേണ്ടത്, നിങ്ങളതിൽ ഞാൻ സ്ലൈഡ് കാണിച്ചു തരുന്നുണ്ട്. പ്രോസസ് അലൈൻമെൻറ്റ്. എന്താണ് ഈ പ്രോസസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ പറയില്ലേ ഒരു ഒറ്റ ലൈനിലേക്ക് കൊണ്ടുവരിക, അലൈൻ ചെയ്ത് പോകാന്ന് പറയില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ കൃത്യമായിട്ട് പോകുന്നതാണ് പ്രോസസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ശരിക്കും സിങ്ക്രണൈസേഷൻ ഓഫ് ബിസിനസ് പ്രോസസ്. അതാണ് അതിൻ്റെ ഒറ്റ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ഓഫ് ബിസിനസ്. എല്ലാ ബിസിനസ് പ്രോസസ്സിനെയും എന്ത് ചെയ്യുമെന്ന് സിങ്ക്രണൈസ് ചെയ്യാം, ഒരു ഒറ്റ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രോസസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പെർഫോമൻസ് മെഷേഴ്സ് വിത്ത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജിക്സ് വിത്ത് എ വ്യൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അപ്പോൾ ഈ പ്രോസസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് മൊത്തം ബിസിനസ് പ്രോസസ്സുകളെ ഒന്ന് സിങ്ക്രണൈസ് ചെയ്യാം, ഒന്ന് കൂട്ടിയിണക്കാം. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ് അൺകോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ്. കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ അൺകോർഡിനേറ്റഡ് ആയിട്ട് പരസ്പര ബന്ധമില്ലാതെ കിടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ നിലയ്ക്ക് കൊണ്ടുപോകും. അതാണ് നമ്മൾ പറയുന്നത് പ്രോസസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മുടെ സിക്സ് സിഗ്മയുടെ ഒരു ഉദ്ദേശമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് അനലിറ്റിക്കൽ റിഗർ എന്നാണ് പറയുന്നത്. ഇതാണ് അനലിറ്റിക്കൽ റിഗർ. അനലിറ്റിക്കൽ റിഗർ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ പ്രോസസ്സിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ആൻ അസസ്മെൻറ്റ് ഓഫ് പ്രോസസ് ക്വാളിറ്റി ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദി പ്രോസസ് റാദർ ദാൻ ദി പ്രോഡക്റ്റ് ഓഫ് അനാലിസിസ്. അതായത് പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പ്രോസസ്സ് കഴിഞ്ഞ് വരുമ്പോഴാണ് ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ഫൈനൽ പ്രോഡക്റ്റ് ആയി മാറുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആ പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിനാണ് നമ്മൾ അനലിറ്റിക്കൽ റിഗർ എന്ന് പറയുന്നത്. An assessment of process quality according communication about the process. കണ്ടോ എന്താണെന്നാണ് പറയുന്നത്, പ്രോസസ്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടുതൽ റാദർ ദാൻ ദി പ്രോഡക്റ്റ് ഓഫ് അനാലിസിസ്. നമ്മൾ അനലൈസ് ചെയ്യുന്ന പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ പ്രോസസ്സിന് അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അനലിറ്റിക്കൽ റിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ റിഗർ ദാറ്റ് ഈസ് 6 സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ടൈംലി എക്സിക്യൂഷൻ. ഞാൻ നമ്മുടെ പ്രോജക്റ്റ് ടൈമിലി തന്നെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഒരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഒരു ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് ആണ്. ദാറ്റ് ഫോക്കസസ് ഓൺ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. സെക്കൻഡ് ഈസ് പ്രോസസ് അലൈൻമെൻറ്റ്. തേർഡ് ഈസ് എന്താണെന്നാണ് പറഞ്ഞത് അനലിറ്റിക്കൽ റിഗർ ആണ്. അതാണ് അനലിറ്റിക്കൽ റിഗർ. അനലിറ്റിക്കൽ റിഗർ. ആൻഡ് ഫോർത്ത് ഈസ് എന്താണ് നമ്മൾ പറഞ്ഞത് അതിനകത്ത്, ദാറ്റ് ഈസ് ടൈംലി എക്സിക്യൂഷൻ. ടൈംലി എക്സിക്യൂഷൻ. ഈ 4 കാര്യങ്ങൾ നോക്കി വയ്ക്കുക. കസ്റ്റമർ റിക്വയർമെൻറ്റ്, പ്രോസസ് അലൈൻമെൻറ്റ്, അനലിറ്റിക്കൽ റിഗർ ആൻഡ് ടൈംലി എക്സിക്യൂഷൻ. ഇത് 4 കാര്യങ്ങൾ നമുക്ക് വരുത്തുന്ന ഒരു ഇതാണ് ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു സെൻറ്റൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സെൻസിറ്റീവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട്. പിന്നെ 1997 ജനറൽ ഇലക്ട്രിക് അവരും ഇതിൽ ഏകദേശം ഒരു $380 million ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് 6 സിഗ്മ കൊണ്ടുവരാനായിട്ട്. അവർക്ക് പക്ഷേ $380 അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു നഷ്ടം ഉണ്ടാവില്ല. ബെനിഫിറ്റ് ഓഫ് $700 million അത്രയും ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയാണ്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ഇരട്ടി ബെനിഫിറ്റ് അവർക്ക്, ഓൾമോസ്റ്റ് ഒരു ഡബിൾ ബെനിഫിറ്റ് അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 സിഗ്മയുടെ ഒരു ഉദ്ദേശം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ റേറ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 70% 100% നമ്മളെല്ലാം വിചാരിക്കുക അല്ലേ. പക്ഷേ ഈ ഒരു 6 സിഗ്മ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ലെക്ചർ നോട്ട് ആക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. കൊണ്ടുവരുമ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഒരു 70% ഇംപ്രൂവ്മെൻറ്റെങ്കിലും കൊണ്ടുവരാൻ സാധിക്കണം. റേറ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മസ്റ്റ് ബി അബൌട്ട് 70% എന്നാണ് പറയുന്നത്. അതായത് ഡിഫക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം നമുക്കിതിൽ പറഞ്ഞു തന്നിട്ട് ഒരു 35,000 ഡിഫക്ട്സ് ഉണ്ടായിരുന്നു അടുത്ത് പെർ മില്യൺ. ഒരു മില്യൺ ഓപ്പറേഷൻസിൽ 35,000 ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത് അതൊരു 3-4 ഡിഫക്ട്സുകളാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം എത്രമാത്രം ബെറ്റർമെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അവിടെ നടത്താം അല്ലേ. 35,000 ഡിഫക്റ്റുകൾ വന്നിരുന്ന സ്ഥലങ്ങളിൽ പെർ മില്യൺ ഉണ്ടാവും. പെർ മില്യൺ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ ഓൾമോസ്റ്റ് 35,000 ഡിഫക്റ്റ് ഉണ്ടായിരുന്നിടത്ത് 6 സിഗ്മ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്താണെന്നാണ് പറയുന്നത്, 3-4 ഡിഫക്റ്റുകളാക്കി അത് കുറയണം. അതായത് നമ്മൾ ഈ പറയുന്ന വഴിയായത് കസ്റ്റമർ റിക്വയർമെൻറ്റ്, പ്രോസസ് അലൈൻമെൻറ്റ്, അനലിറ്റിക്കൽ റിഗർ, ടൈംലി എക്സിക്യൂഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അങ്ങനെ ആവും എന്നാണ് പറയുന്നത്. എന്ത് കാര്യമെന്ന് പറയുന്നത് ഇഫക്റ്റീവ്ലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു റിസൾട്ട് 70% ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഓൾമോസ്റ്റ് 3 or 4 ഡിഫക്ട്സ് പെർ മില്യൺ ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമുക്ക് 6 സിഗ്മയെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ബൈ ദാറ്റ് വി കം ടു ദ എൻഡ് ഓഫ് ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് 6 സിഗ്മ. അത് നമ്മൾ കഴിഞ്ഞു കേട്ടോ. അത്രയും കാര്യങ്ങൾ കുട്ടികളാണ്
പ്രത്യേകിച്ച് ഒന്ന് വൈഡായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ മെയിൻ പോയിന്റ്സുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സിക്സ് സിഗ്മ. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്കൻഡ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് അബൌട്ട് ദി പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. കസ്റ്റമർ റിക്വയർമെൻറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ക്ലോസസിന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കാം. അതിൻ്റെ ബേസിസിൽ ഒരു 5 കീ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. എത്രയാണ്? 5 കീ പ്രിൻസിപ്പിൾ. 5 പ്രിൻസിപ്പിൾസ് ആണ് ഇതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ ദി കസ്റ്റമർ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ ദി കസ്റ്റമർ. അപ്പോൾ ഒരു 6 സിഗ്മ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരു ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ പോപ്പുലർ ബിലീഫ് ദാറ്റ് ദി കസ്റ്റമർ ഇസ് ദ കിങ് അല്ലേ. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വി ആർ എ കസ്റ്റമർ അല്ലേ, നമ്മൾ രാജാവാണ്. അതായത് നമ്മൾ രാജാവാണ്. രാജാവിൻ്റെ പ്രത്യേകത എന്താണ്? രാജാവിന് എന്താണോ ഇഷ്ടമെങ്കിൽ അതാണ് അല്ലേ ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ എന്നാണ് പറയുന്നത് കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ് പറയുന്നത്. ദ പ്രൈമറി ഗോൾ ഈസ് ടു ബ്രിങ് മാക്സിമം ബെനിഫിറ്റ് ടു ദ കസ്റ്റമർ. അപ്പോൾ ഇത് വളരെ ഇതൊക്കെ നമുക്ക് ഒന്നിങ്ങനെ ആലോചിച്ച് എഴുതാൻ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കസ്റ്റമറിന് മാക്സിമം ബെനിഫിറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഈ ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചതാണ് പറയുന്നത്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആസ് ഡിഫൈൻഡ് ബൈ വാട്ട് ദ കസ്റ്റമർ ഓർ മാർക്കറ്റ് ഡിമാൻഡ്സ്. എന്താണോ കസ്റ്റമർ അല്ലെ എന്താണോ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അത് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചുകൊണ്ട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സിങ് നടത്തുക, അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ സർവീസസുകൾ ഓഫർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ 6 സിഗ്മ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇത്രയും പറഞ്ഞപ്പോൾ യു ജസ്റ്റ് റെഫർ ഇട്ടോ അതിൻ്റെ ബുക്സൊക്കെ എടുത്ത് റെഫർ ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാനതിൻ്റെ ഒരു ലൈനാണ്, നിങ്ങൾക്ക് ഒരു ത്രെഡാണ് ഞാൻ ഇട്ട് തരും. നമുക്ക് അത്രയാണ് നമ്മൾ M.Com ക്ലാസ്സിൽ ഈ റെഫറൻസ് സ്റ്റഡി എന്നാണ് നമ്മൾ PG ക്ലാസ്സുകളിൽ പറയാം കേട്ടോ. The first principle I will focus on the customer, and the second principle is that measure the value stream and value stream and find your problem. This second principle is measure the value stream and find your problem. അതാണ് second principle പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. That is in 6 sigma the steps must be taken to locate the areas of waste. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ് വേസ്റ്റ് വരുന്നത്? അതായത് വേസ്റ്റേജ് ടൈം ആയിരിക്കാം, എനർജി ആയിരിക്കാം, റിസോഴ്സസ് ആയിരിക്കാം, മണി ആയിരിക്കാം, എവിടെയായാലും ശരി ഏത് റിസോഴ്സിലാണ് വേസ്റ്റ് വരുന്നത് അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. gather data to discover the specific problem area. ആ സ്പെസിഫിക് പ്രോബ്ലം ഏരിയ എവിടെയാണെന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാം? കണ്ടെത്താം. ആ ഡാറ്റകൾ കണ്ടെത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. എവിടെയാണോ ഈ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഫൈൻഡ് യുവർ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് 6 സിഗ്മയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പെസിഫിക് പ്രോബ്ലം ഏതാണെന്ന് കണ്ടെത്തി അത് എന്ത് ചെയ്യണം? അത് കണ്ടെത്തി ആ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. That is, ascertain if the data is helping to achieve the goals, whether or not the data needs to be refined or additional information collected. എന്താണ് പറയുന്നത്? ascertain. അതായത് നമുക്കിനി ഇതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഡാറ്റ, നമ്മൾ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു, അത് നമുക്ക് ആ കിട്ടിയ ഡാറ്റ എന്തെങ്കിലും തരത്തിൽ റിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒന്നുകൂടി എന്താ വെരിഫൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ, അതുമല്ല ആ കിട്ടിയ ഡാറ്റ പോരാ, ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ച് അഡീഷണൽ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ അത് ഒക്കെ എന്ത് ചെയ്യുക വേണമെന്ന് നോക്കാം. ഈ ഒരു പ്രിൻസിപ്പിളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം. എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. നമ്മൾ പറയില്ല എന്തെങ്കിലും ഒരു വേരുണ്ടായിരുന്നെങ്കിൽ ആ വേര് കണ്ടെത്താൻ, ആ പ്രോബ്ലം എവിടെ നിന്നാണ് ദാറ്റ് ബിഗിൻസ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് മെഷർ ദ വാല്യൂ സ്ട്രീം. കേട്ടോ, വാല്യൂ സ്ട്രീം എന്ത് സ്ട്രീം അതേതാണെന്നുള്ള ഏരിയ എന്നുള്ളത് കണ്ടുപിടിച്ച് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് പറയുന്നത് എന്താണ്? ഗെറ്റ് റിഡ് ഓഫ് ദി ജങ്ക് എന്നാണ് പറയുന്നത്. ഗെറ്റ് റിഡ് ഓഫ് ദി ജങ്ക്, ദാറ്റ് ഈസ് ദ തേർഡ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രോബ്ലം നമ്മുടെ സെക്കൻഡ് പ്രിൻസിപ്പിളൊക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റെപ്സ് ഒന്നും പറയാം കേട്ടോ. നമ്മൾ ആദ്യം കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്നു, പ്രോബ്ലം കണ്ടെത്തുന്നു, ഇനി നമ്മൾ അതൊന്ന് എന്ത് ചെയ്യണം? ജങ്ക്, കുറേ ജങ്ക് മെയിൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറേ ഇങ്ങനെയായിട്ട് കിടക്കുന്നു,
അത് നമ്മളൊന്ന് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വൺസ് ദ പ്രോബ്ലം ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, make changes to the process to eliminate the variations. നമ്മൾ പ്രോസസ്സിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താണ്. ഇനി ഇങ്ങനത്തെ വേരിയേഷൻസും വേസ്റ്റേജസും ഉണ്ടാവരുത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. റിമൂവ് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോസസ് ദാറ്റ് ഡു നോട്ട് ആഡ് ദ കസ്റ്റമർ വാല്യൂ. ഇൻ ദിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് ഉപയോഗമില്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് ഇറ്റ്. ആ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിഗ്മയിൽ ആകെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ആഡ് ചെയ്യാത്ത എന്ത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ആ ആക്ടിവിറ്റീസ് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കസ്റ്റമറിന് ഉതകാത്ത അല്ലെങ്കിൽ കസ്റ്റമർ നീഡ് സാറ്റിസ്ഫാക്ഷന് ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാം. അപ്പോൾ ആ ജങ്കിൽ നിന്ന്, അതായത് കുറയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ എൻഡ് ആവുമ്പോഴേക്ക് എന്തായെന്നാണ് പറയുന്നത്, ബൈ ടേക്കിംഗ് ഔട്ട് ദി എബവ് മെൻഷൻഡ് ജങ്ക് ബോട്ടിൽ നെക്സ് ഇൻ ദ പ്രോസസ് ആണ്. ബോട്ടിൽ നെക്സ് എന്നാണ് കഴുതെന്ന് പറയുന്നത്. നമ്മൾ ദാറ്റ് ഈസ് ഒരു നേരിയതുണ്ടായിരിക്കും, അതിൽ കൂടെ നമുക്ക് കടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു സോഡാ കുപ്പി ഏത് എടുത്താലും ആ കുപ്പിയുടെ ഈ ഇടുങ്ങിയ ഭാഗം കണ്ടിട്ടില്ല, നമ്മൾ ചില റോഡുകൾ തന്നെ പറയും കഴുത്ത് നേരിയ കാലത്തിന് വളഞ്ഞ് നാരമായിട്ട് പോകുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ ആ ജങ്കങ്ങൾ മാറ്റി അവിടെ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടും, കൂടുതൽ എന്ത് ചെയ്യാം, അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ബോട്ടിൽ നെക്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് ഒന്നുകൂടി ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നതാണ് ഗെറ്റ് റിഡ് ഓഫ് ദ ജങ്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. അത് അനാവശ്യമായത് കളയും, ഇതാണ് ഷോർട്ടായിട്ട് പറയാറുള്ളത്. ആൻഡ് ദ ഫോർത്ത് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്, കീപ് ദ ബോൾ റോളിംഗ്. ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായെന്ന് അറിയാൻ റൗണ്ട് സർക്കിളിലാണ്, അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കീപ് ദ ബോൾ റോളിംഗ് എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാം ബിസിനസ്സിലുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ, ആസ് എൻ എംകോം സ്റ്റുഡൻറ്റ് യു നോ വാട്ട് ഈസ് സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫംഗ്ഷൻ എന്താണ് ഈ മാറ്റേഴ്സ് ഓഫ് ദി ബിസിനസ്സിൻ്റെ മാറ്റേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യാം, പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് നോക്കുക എന്നാണ് പറയുന്നത്. അഡോപ്റ്റ് എ സ്ട്രക്ചേർഡ് പ്രോസസ് വെൻ യുവർ ടീം കോൺട്രിബ്യൂട്ട്സ് ആൻഡ് കൊളാബറേറ്റ്സ് ദെയർ വാരിയഡ് എക്സ്പെർട്ടൈസ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ്. എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, എല്ലാവരും ടീം വർക്ക് ആവശ്യമാണ്. അത് ഒരു ടീം വർക്ക് ആയതുകൊണ്ട് അപ്പോൾ നമ്മളൊരു ടീമിൻ്റെ എന്താണ്, നമുക്ക് ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഉണ്ടായിരിക്കും അല്ലേ, ഓരോരുത്തർക്കും ഓരോ സജഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, വാല്യൂ കൊടുക്കും. അവരെയൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെയൊന്നും കൂടി എന്ത് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദർ വാരിയഡ് എക്സ്പെർട്ടൈസ് ഫോർ ദി പർപ്പസ്. എന്നിട്ട് നമുക്ക് അവരുടെ നിന്ന് പലരുടെയും പല എക്സ്പെർട്ടൈസുകളായിരിക്കും അല്ലേ, പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, പല സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി യൂസ് ചെയ്തതാണ്. കീപ് ദ ബോൾ റോളിംഗ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ ഇതേപോലെ ഒരാളെ മാറ്റി നിർത്തുകയോ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം എടുക്കുന്ന ഡിസിഷൻസ് എടുക്കുകയോ അങ്ങനെയല്ല വിട്ടതെന്നാണ് പറയുന്നത്. And the Six Sigma process can have a great impact on an organization. So the term has to be provision in the principles and methodologies used. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കീപ് ദ ബോൾ റോളിംഗ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 Sigma എന്നുള്ളതാണ് പറയുന്നത് ഒരു ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 70% ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ 3-4 ഡിഫക്ട്സ് 3-4 ഡിഫക്റ്റുകളാക്കി പെർ മില്യൺ ഓപ്പറേഷൻസിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് എന്താണെന്നാണ് പറയുന്നത്, എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങോ നോളേജോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം നമുക്ക് ഓരോ ഐഡിയാസ് കൊടുക്കാനായിട്ട് ചിലത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് നോളേജ് ആർ റിക്വയർഡ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ പ്രോജക്റ്റ് ഓർ റീഡിസൈൻ ദ ഫെയിലിയേഴ്സ് ആൻഡ് എൻഷുർ ദാറ്റ് ദി പ്രോസസ് പെർഫോംസ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള ട്രെയിനിങ്ങും അതുപോലെ ആവശ്യമുള്ള എഡ്യൂക്കേഷൻ അതിനെക്കുറിച്ചുള്ള അറിവ് നോളേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധം നന്നായി തന്നെ ബെസ്റ്റ് പോസിബിൾ മാനറിൽ നമുക്ക് ആ പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കും. അതാണ് ആ ബെസ്റ്റ് പോസിബിൾ മാനറിൽ ആ പ്രോസസ്സ് നടത്താനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രെയിനിങ് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ തീരെ അതിനെക്കുറിച്ചൊരു ബേസ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമാവില്ല. അപ്പോൾ കുറച്ചൊരു ട്രെയിനിങ്ങും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ദേ വിൽ ഓൾസോ ബി കോൺഫിഡൻറ്റ് ടു എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് സച്ച് ഡിസിഷൻസ് മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടും, അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് വേസ്റ്റേജ് ഒക്കെ കുറച്ചുകൊണ്ട് ഒരു ഒപ്റ്റിമൽ ഒരു എന്താണ് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതാണ് ദാറ്റ് ഇസ് ദ 4th പ്രിൻസിപ്പിൾ ഓഫ് 6 Sigma പറയുന്നത്.
And the fifth principle എന്താണെന്നാണ് പറയുന്നത്, ensure a flexible, കേട്ടോ പ്രിൻസിപ്പിൾ ഞാൻ flexible എന്ന് എഴുതിയിട്ടു, ensure a flexible and a responsive ecosystem and responsive ecosystem എന്നാണ് പറയുന്നത്. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ചേഞ്ച് അല്ലേ, ചില സിറ്റുവേഷൻസ് അനുസരിച്ച് ചില മാറ്റങ്ങൾ അതാണ് പറയുന്നത് ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോൺസീവ് ഇക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. And എന്താണ് പറയുന്നത്, essence of Six Sigma is business transformation and change. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഒരു സിക്സ് സിഗ്മയുടെ ബേസിക് എസൻസ് അല്ലെങ്കിൽ അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഒരു മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു ബിസിനസ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ അവിടെ നടക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനും അതിൽ ചില മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ആദ്യം സെക്കൻഡ് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞ പോലെ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സിക്സ് സിഗ്മയിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രോബ്ലം കണ്ടെത്തി തേർഡിലായിട്ട് നമ്മൾ ആ പ്രോബ്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, തീർച്ചയായും അല്ലേ ഒരു മാറ്റം അവിടെ വരികയാണ്. ആ മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യണം, ദാറ്റ് സം ചേഞ്ചസ് ഹാവ് ടു ബി ബ്രോട്ട് ഇൻ ടു ദ വർക്ക് പ്രാക്ടീസ്. ആ വർക്ക് പ്രാക്ടീസിലേക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമായി മാറുന്നു. കാരണം കുറച്ച് കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കുറച്ച് കുട്ടികൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ, കുറച്ച് കുട്ടികൾ ലൈനായിട്ട് നിൽക്കുകയാണ് വിചാരിക്കാം, ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിൽ നമ്മളൊരു 10 പേര് ലൈനായിട്ട് നിൽക്കുന്നു വിചാരിക്കാം. നമ്മൾ അതിൽ 3 ആളെ മാറ്റും, 3 ആളെ ലൈനിൽ നിന്ന് മാറി നമുക്ക് നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ നിൽക്കുന്ന ലൈനിൽ എന്ത് ചെയ്യണം, ഒരു മാറ്റം തന്നെ ഒന്നുകൂടി കുട്ടികളെ അടുപ്പിച്ചടുപ്പിച്ച് വരും. അതന്നെ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചേഞ്ചുകളുടെ ആക്റ്റബിലിറ്റി അവിടെ നമുക്ക് ആവശ്യം വരും. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, വർക്ക് പ്രാക്ടീസിലും അതുപോലെ തന്നെ എംപ്ലോയിയുടെ അപ്രോച്ചിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് മസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റോബസ്റ്റ് കൾച്ചർ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റെസ്പോൺസീവ്നെസ് ടു ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ് ക്യാൻ എൻഷുർ എ സ്മൂത്ത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നമ്മൾ അനാവശ്യമായിട്ടൊക്കെ കളഞ്ഞ് നമ്മുടെ മൊത്തം നമ്മുടെ വർക്കിംഗ് പ്രോസസ്സിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെ റോബസ്റ്റ് എന്നിവിടെ പറഞ്ഞാൽ റോബസ്റ്റ് മീൻസ് ഒരു സ്ട്രോങ് ഹെൽത്തി ഒരു നല്ല ആ രീതിയിൽ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അതായത് നമ്മൾ മാറ്റില്ല എന്ന് പറഞ്ഞ് ചാടി പിടിച്ച് നിന്നാൽ നടക്കില്ല. അനാവശ്യമായിട്ടുള്ളത് നമ്മൾ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒന്നുകൂടി സ്മൂത്തായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉറപ്പുവരുത്തിക്കൊണ്ട് അനാവശ്യമായത് മാറ്റിക്കൊണ്ട് സ്മൂത്ത് പെർഫോമൻസ് ഓഫ് അല്ലെങ്കിൽ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എന്താണ് പോസിബിൾ എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ പീപ്പിൾ ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻവോൾവ് ഷുഡ് ബി ഏബിൾ ടു അഡാപ്റ്റ് ദ ചേഞ്ച്. അപ്പോൾ അവിടെയാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ മഹത്വം വരുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ആ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് ആയാലും ശരി, അതുപോലെ തന്നെ ഈവൻ ഇത് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെ, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. ആ ഓർഗനൈസേഷൻസിലായാലും ശരി, ഓർഗനൈസേഷനിലെ പീപ്പിൾ ആയാലും ശരി, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു മൈൻഡോട് കൂടി തന്നെ അത് ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 6 സിഗ്മ പ്രോസസ്സ് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ക്വിക്ക് ആൻഡ് ഫോൾട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഫോൾട്ട്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് ഡിഫക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മുടെ എൻഷുർ. അപ്പോൾ 6 സിഗ്മ എന്ത് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റെസ്പോൺസീവ് എന്ന് പറഞ്ഞതാണ് മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, അത് പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യും, ആവശ്യമാണെങ്കിൽ പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുന്ന ഇക്കോസിസ്റ്റം ഒരു ഓർഗനൈസേഷൻ കൾച്ചർ കൊണ്ടുവരാനായിട്ട് 6 സിഗ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് 6 സിഗ്മയിൽ പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് തേർഡ് പോയിന്റ്. നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞു, സെക്കൻഡ് ഡിസ്കഷൻ കഴിഞ്ഞു, തേർഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 6 സിഗ്മ. ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ് ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ്? ലീഡർഷിപ്പ് കമ്മിറ്റ്മെന്റ് എന്നാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് 6 സിഗ്മ. നോക്കാം നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതൊക്കെ ചോദിക്കാം, നമുക്ക് റൈറ്റ് ഷോർട്ട് നോട്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 സിഗ്മ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്, അതായത് നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, കസ്റ്റമർ റിക്വയർമെൻറ്റ്, പ്രോസസ് അലൈൻമെൻറ്റ് വേണം, ഒരു അനലിറ്റിക്കൽ റിഗർ വേണം, ടൈമിലി എക്സിക്യൂഷൻ വേണം, ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ അതൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി, അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്, കൃത്യമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. അത് എന്തിലൊക്കെ ടൈമിലായാലും ശരി, അതായത്
കൃത്യസമയത്ത് എഫേർട്ട്, നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കണം. വെറുതെ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ റിസോഴ്സസ് അല്ലേ, മാറ്റങ്ങൾ ഉൾപ്പെടുന്നെങ്കിൽ അതിനാവശ്യമുള്ള എന്തൊക്കെയാണ് റിസോഴ്സ്, ഈവൻ മണി എന്ന് പറയുന്ന റിസോഴ്സാണ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കമ്പനി സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആദ്യം ആരിൽ നിന്നുണ്ടാകണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലീഡർഷിപ്പ്, ദാറ്റ് ഈസ് ടോപ്പ് എക്സിക്യൂട്ടീവ്സിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ അവരാണ് ആദ്യം തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് എന്ത് വേണം, ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന രീതിയിൽ അവർ തിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, മറ്റുള്ളവർ. അപ്പോൾ ആദ്യം കമ്പനിയുടെ ചുക്കാൻ പിടിച്ചിരിക്കുന്നവർ തീരുമാനിക്കണം ഞങ്ങൾക്ക് ഇത് മാറ്റം കൊണ്ടുവരണമെങ്കിൽ വി ഷുഡ് ഹാവ് എ കമ്മിറ്റ്മെൻറ്റ്. ടോപ്പ് എക്സിക്യൂട്ടീവ് ഷുഡ് ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. ദെൻ ഓൺലി അതേഴ്സ് വിൽ ഫോളോ, അല്ലെങ്കിൽ അതേഴ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ടു ഫോളോ ദ പ്രാക്ടീസ്. ക്ലിയർ? അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. സിക്സ് സിഗ്മയ്ക്ക് വേണ്ട സിക്സ് സിഗ്മയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ് ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് പറയുന്നത്, മാനേജിങ് ഡിസിഷൻസ് വിത്ത് ഡാറ്റ എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതൊരു ഡാറ്റ ഡ്രിവൺ മെത്തഡോളജി ആണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഇസ് മാനേജിങ്. ഇവിടെ നമ്മൾ വൺ ഓഫ് ദി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇതിലൊരുവിധം ഡിസിഷൻസ് ഒക്കെ എന്താണെന്നാണ് പറയുന്നത്, ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതായത് ഈ സിക്സ് സിഗ്മ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സിക്സ് സിഗ്മ ജപ്പാൻ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുക, അതായത് ഒരാളുടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, ജോലിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ട്രൈബൽ നോളേജ് എന്നാണ് പറയുന്നത്. ട്രൈബൽ നോളേജ് എന്ന് പറയുന്നത് മൊത്തം ഓർഗനൈസേഷനിലുള്ള എല്ലാ നോളേജും, അതായത് എല്ലാ ആളുകളുടെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളുടെയും കേപ്പബിലിറ്റീസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാവരുടെയും കൂടി നോളേജ്. ഇറ്റ് ഇസ് ദ സം ഓഫ് ഓൾ ദി നോളേജ് ആൻഡ് capabilities of all the people in an organization. അതിനെയാണ് നമ്മൾ ട്രൈബൽ നോളേജ് എന്ന് പറയുന്നത്. ട്രൈബൽ നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ദി നോളേജ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് ഓൾ ദി പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ അതിനാണ് ട്രൈബൽ. അപ്പോൾ ആ എല്ലാവരുടെയും അറിവും അതുപോലെ തന്നെ ഓരോരുത്തരും എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് റൺ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്നാണ് പറയുന്നത്. പകരം എങ്ങനെ വേണമെന്നാണ് പറയുന്നത്, ഡിസിഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഡാറ്റ വേഴ്സസ് ദ typical I think, I feel or in my opinion. അവനവരുടെ കുറച്ച് ലോജിക്കലും കൂടി അതിലേക്ക് ഇട്ടുകൊണ്ട് ഡിസിഷൻസ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും വേണം, അതായത് ഡാറ്റയും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ദാറ്റ് ഈസ് വാട്ട് ഐ തിങ്ക്, അതായത് നമ്മളുടെ ഒരു എന്താണ് കാഴ്ചപ്പാടിൽ കൂടി നമുക്ക് അത് എന്ത് ചെയ്യണം, ഒരു ബിസിനസ് ഡിസിഷൻസിലേക്ക് എത്താനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. അതായത് വിത്ത് ദാറ്റ് or in my opinion practices that often exist today with the maturation of the information economy, data is available to virtually everyone in the organization. കാരണം എന്താണെന്നാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ് അല്ലേ, നമുക്ക് ഡാറ്റ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ. നമ്മളിപ്പോൾ ഞാൻ ഈ എടുക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ടി വി കേട്ട പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാം. യു ക്യാൻ സെർച്ച് ഇറ്റ് ഇൻ ഇൻ്റർനെറ്റിലെ ബ്രൗസർ ഓൺ ചെയ്യുന്നു, ബ്രൗസറിൽ കയറുന്നു, യു വിൽ സെർച്ച് ഇറ്റ് അല്ലേ. അതായത് വിർച്വലി നിങ്ങൾക്ക് എല്ലാം അവൈലബിളാണ്. ഈ ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, വിർച്വലി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ദാറ്റ് ഇസ് ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം വഴി നമുക്ക് കിട്ടുന്നു അല്ലെ, IT പ്ലാറ്റ്ഫോം വഴി നമുക്ക് കിട്ടുന്നു എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡാറ്റ ഒരാൾക്ക് കിട്ടാം. പണ്ടത്തെ അതായത് പാസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഡാറ്റ കിട്ടാൻ അത്ര എളുപ്പമല്ല. അതായത് ടോപ്പിൽ നിന്ന് ലോവറിലേക്ക് എത്തി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാരണം അന്ന് ഇത്ര ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഓർഗനൈസേഷനിലെ ആളുകൾക്ക് ഒരു, അതായത് ഏത് ലെവലിലിരിക്കുന്ന പീപ്പിൾ വർക്കേഴ്സ് ആയാലും ശരി, അവർക്ക് ഡാറ്റ വിർച്വലി കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തന്നെ ആലോചിച്ചു, ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് അല്ലേ. ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് ഈവൺ നമ്മുടെ ജസ്റ്റ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് അതിൽ കുറച്ച് അനാലിസിസ് നടത്താം. വേണമെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ആക്കാം, ചിലതിന് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. അങ്ങനെ അപ്പോൾ അതിനകത്ത് ആയിട്ടുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകൾ ഇന്ന് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ കിട്ടി ആ ഡാറ്റയെ ബേസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാനായിട്ട് സിക്സ് സിഗ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇതാണെന്നാണ് പറയുന്നത്. പ്രോപ്പർലി യൂസിങ് ദ ഡാറ്റ ടു മെഷർ, analyze, improve and control performance forms the foundation of Six Sigma methodology. Six Sigma methodologyയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് കിട്ടുന്നത് നമുക്ക് ഡാറ്റ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ വഴി നമുക്ക് ഡാറ്റ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല.
ചെയ്യുക, ഈ കിട്ടിയ ഡാറ്റ കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. എന്ത് കാര്യമാണ് നമുക്ക് അളക്കേണ്ടതെങ്കിൽ മെഷർ ചെയ്യുക. ഏതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യുക കൃത്യമായിട്ട്. ഈ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ വല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലേ, നമ്മൾ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് 6 സിഗ്മ മെത്തഡോളജിയുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിന് പറഞ്ഞു വരുന്നത്. നമുക്ക് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 6 സിഗ്മ. കാരണം ഇന്നത്തെ കാലത്ത് ഡാറ്റ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒത്തിരി തന്നെ എവരിവൺ ഇൻ ഓർഗനൈസേഷൻ ഇസ് അവൈലബിൾ അല്ലെങ്കിൽ occupied with the data എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ടു measure, analyze, improve and control the performance. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്. തേർഡ് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ട്രെയിനിങ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് ആണ്. ട്രെയിനിങ് ആൻഡ് കൾച്ചറൽ ചേഞ്ച്. ആൻഡ് വാട്ട് ഈസ് മീൻഡ് ബൈ ട്രെയിനിങ്? അല്ലേ, ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് ട്രെയിനിങ് ആൻഡ് കൾച്ചറൽ ചേഞ്ച്. ഓക്കെ, റൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് ട്രെയിനിങ് ആൻഡ് കൾച്ചറൽ ചേഞ്ച്? എങ്ങനെയായിരിക്കും? നമുക്ക് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. എങ്ങനെയായിരിക്കാം അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. അതായത് ഒരു ചേഞ്ച് അല്ലേ നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ കൾച്ചറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാണ്, കാരണം ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഡസ് നോട്ട് ആൻഡ് വിൽ നോട്ട് ഹാപ്പൺ ഓട്ടോമാറ്റിക്കലി. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 6 സിഗ്മയിൽ പറയുന്നതാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച്, വളരെ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് വേണം. അത് എന്താണെന്നാണ് ഓട്ടോമാറ്റിക്കലി ആവില്ല, മനസ്സിലാക്കി തനിയെ തന്നെ ആവില്ല എന്നാണ് പറയുന്നത്. ഹൈ കാലിബർ ട്രെയിനിങ് ഈസ് നീഡഡ്. അതാണ് 6 സിഗ്മയുടെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ആവശ്യമാണ് ഒരു ഹൈ ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതിൽ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തഡോളജീസ് എന്താണ്, അതിൽ യൂസ് ചെയ്യേണ്ട ടേംസുകൾ, അങ്ങനെ എല്ലാ പ്രോസസ്സുകൾ എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ശരിക്കും പറയുന്നത് ഹൈ കാലിബർ എന്നാണ്, ഹൈ ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് 6 സിഗ്മ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് വെറുതെ ഇംപ്ലിമെൻറ്റ് വളരെ ഞാൻ പറഞ്ഞില്ല, ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഡിസിപ്ലിൻ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് എന്താണെന്നാണ് പറയുന്നത്, പീപ്പിൾ അറ്റ് ഓൾ ലെവൽസ് ദ ഓർഗനൈസേഷൻ ഹാസ് ടു അണ്ടർഗോ ചേഞ്ച്. അല്ലേ, മൊത്തം മാറ്റങ്ങൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എവറി ലെവൽ, അതായത് എല്ലാ ലെവൽസും ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും, പ്രാക്ടീസ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആവശ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് ന്യൂ വേ ഓഫ് തിങ്കിങ്, ന്യൂ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ന്യൂ വേ ഓഫ് ഓപ്പറേറ്റിംഗ്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പുതിയ തലത്തിലുള്ള തിങ്കിങ്, ഒരു പുതിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് എന്തുണ്ടായിരിക്കാം ഒരു എൻറ്റയർ ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ടതായിട്ട് ആവശ്യമാണ്. ഈ പുതിയ തരത്തിലുള്ള ഒരു ന്യൂ വേ ഓഫ് തിങ്കിങ്, ന്യൂ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്, അവിടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് എംപ്ലോയീസിനെ കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ കൾച്ചർ അതിൻ്റെ മൊത്തം ഒരു എൻറ്റയർ ട്രാൻസ്ഫോർമേഷൻ എന്തെയുള്ളൂ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 6 സിഗ്മ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും നമ്മൾ സിഗ്മ എന്താണ്, 6 സിഗ്മ എന്നുള്ളത് കണ്ടു, അതിൻ്റെ പ്രിൻസിപ്പിൾസ് കണ്ടു, നെക്സ്റ്റ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചു. നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് അബൌട്ട് ദി എന്താണ് 6 സിഗ്മ മെത്തഡോളജി. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഞാനായിട്ട് കഴിയുന്നത് ഞാൻ കുറച്ച് സ്ലൈഡുകളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് റെഫറൻസ് ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ടെക്സ്റ്റിനകത്ത് വളരെ കൺഫൈൻഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അതിൽ കൂടുതൽ നമുക്ക് എന്താവശ്യമാണ്, ഒരു റെഫറൻസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യും. 6 Sigma methodology. Next topic that we are going to discuss. അപ്പോൾ മെയിനായിട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മെയിനായിട്ട് 2 മെത്തഡോളജീസ് ആണെന്നാണ് പറയുന്നത്. 2 മെയിൻ 6 Sigma methodologies are, first one is DMAIC. The second one is DMADV. ഇതിനൊക്കൊന്നും ഇല്ലാണ്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇതാണ് മെയിനായിട്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കാൻ. എന്താണ് DMAIC ആൻഡ് സെക്കൻഡ് മെത്തഡോളജീസ് DMADV. അപ്പോൾ അതാണ് 2 മെത്തഡോളജീസ്. ഈ 2 മെത്തഡോളജീസും എന്തുണ്ടെന്നാണ് പറയുന്നത്,
അതിൻ്റെ ഓൺ സെറ്റ് ഓഫ് റെക്കമെൻഡഡ് പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കി വയ്ക്കുക. അത് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു പടം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ലൈഡുകൾ ഞാൻ ഇടാം കേട്ടോ. സ്ലൈഡുകൾ ഇടാം. അതൊക്കെ നിങ്ങളുടെ ലെക്ചർ നോട്ട് ആക്കിയിട്ട് റെഫറൻസിന് വേണ്ടി എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ എന്താ ഏതൊരു ഇപ്പോൾ DMAIC എടുത്താലും ശരി, DMATV എടുത്താലും ശരി, അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മളീ പറയുന്ന അതായത് എൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് സിക്സ് സിഗ്മ കൊണ്ട് നമ്മളൊരു ഓർഗനൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏത് ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എടുത്താൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് എടുത്താൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് DMAIC എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ മെത്തേഡാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇതൊരു ഡാറ്റ ഡ്രിവൺ മെത്തേഡാണ്. അത് ആദ്യം തന്നെ അതിനെക്കുറിച്ച് ഓർമ്മിക്കുക കേട്ടോ. ഇറ്റ്സ് എ ഡാറ്റ ഡ്രിവൺ മെത്തേഡ്. ക്ലിയർ? അപ്പോൾ ഡാറ്റ ഡ്രിവൺ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു? ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിസിൽ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡാറ്റ ഡ്രിവൺ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ enable the company to examine and organize their data with the goal of better serving their customers and consumers. അത് ഡാറ്റ ഡ്രിവൺ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കസ്റ്റമേഴ്സിനെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ അവരുടെ കസ്റ്റമേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും എന്ത് ചെയ്യാൻ പറ്റും? സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവരിൽ നിന്ന് നല്ലോണം ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്ത് ആ ഡാറ്റ മുന്നിലാണ് അവർ തന്ത്രങ്ങൾ മെനയുന്നത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് അവർ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ DMAIC എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഡ്രിവൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഫോർ ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രോഡക്ട്സുകളായാലും ശരി സർവീസുകളായാലും ശരി അത് എന്ത് ചെയ്യാണ്? ഓൾറെഡി ഉള്ള പ്രോഡക്ട്സുകൾ ഒന്നും കൂടി ബെറ്റർ ആക്കിക്കൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് ഇതിൻ്റെ ദാറ്റ് ഈസ് എന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് മെത്തഡോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ദ എക്കണോമിക് ഫോർ ദ 5 phases കണ്ടിട്ട് 5 ആൽഫബറ്റ്സുകൾ നമുക്ക് തന്നിട്ട് അല്ലേ. ഇതിൻ്റെ എക്കണോമിക് എന്ന് പറയുന്നത് D stands for define. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ എന്നതാണ്. ആൻഡ് M stands for measure. M stands for measure and A stands for analyze. A stands for analyze and I stands for improve and C stands for control. Clear ആക്കി മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് DMAIC എന്ന് പറഞ്ഞാൽ? D എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ആണ്, M എന്ന് പറഞ്ഞാൽ മെഷർ ആണ്, I എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ആണ് ആൻഡ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലൈസ് ആണ്, I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് ആൻഡ് C ഈസ് കൺട്രോൾ. ഒന്ന് ആലോചിച്ച് കൃത്യമായി ഡിഫൈൻ ചെയ്ത് കൃത്യമായി മെഷർ ചെയ്ത് കൃത്യമായി അനലൈസ് ചെയ്ത് അതിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തി കൺട്രോൾ വരുത്തും. ക്ലിയർ? അതാണ് ഒരു മെത്തഡോളജി. ഈ ഒരു സ്റ്റെപ്പാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. DMAIC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറയണത്. ഇനി ഇത് സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ തന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല അതിന് ഷെയർ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് മെത്തേഡിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഡെലിവറി ഓഫ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് ഡെലിവറി ആണ് ചെയ്യുക, സർവീസ് ഡെലിവറി ചെയ്യുന്ന സമയത്തോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ സാധാരണയായിട്ട് ഫസ്റ്റ് മെത്തേഡ് ഈ 6 സിഗ്മ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ഡാറ്റ ഡ്രിവൺ മെത്തേഡാണെന്ന് പറഞ്ഞു, ഇതിൻ്റെ എക്കണോമികൾ എന്താണെന്ന് പറഞ്ഞു, ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ manufacturing or of a product or a delivery of a service. ഈ രണ്ട് മാനുഫാക്ചറിംഗ് ഡെലിവറി ഈ രണ്ട് സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ? ഇനി നമ്മളിതിൽ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരികയാണ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. ദ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ് ഈസ് ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഡിഫൈൻ. എന്താണ് ഡിഫൈൻ എന്നുള്ളത് ഫസ്റ്റ്. അതിൻ്റെ ഓരോ ഡീറ്റെയിലുകൾ നമ്മൾ പഠിക്കാം. ഡിഫൈനിൽ പറയുന്നത് എന്താണ്? എന്താണ് ആ ഒരു ഫേസ് ആ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഡിഫൈൻ ചെയ്യേണ്ടത് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് കംപ്ലീറ്റ് ദ ടീം ഷുഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ആ ഒരു സ്റ്റേജിൽ ഈ 6 സിഗ്മ ടീം ഉണ്ടാവുമല്ലോ ചെയ്യാനായിട്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അത് വാട്ട് ഈസ് അവർ പ്രോബ്ലം എന്നതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വളരെ ക്ലിയറായിട്ടും കൺസൈസ് ആയിട്ടും എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ പ്രോബ്ലം, നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട്
ഉണ്ടായിരിക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഡിഫൈൻഡ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫോർമേഷൻ കൺസേണിങ് കസ്റ്റമർ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ്. കസ്റ്റമറിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എന്താണ്, അപ്പോൾ ആ ഡിഫൈനിൽ ഉണ്ടാകുമ്പോഴൊക്കെയാണ് പ്രോബ്ലം അഡ്രസ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസുകൾ വേണം. പിന്നെ എന്താണ് കസ്റ്റമറിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എന്താണ്, എന്താണ് ഗോൾസ് എന്താണ്, ആൻഡ് അതുപോലെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് that will get from അല്ലെങ്കിൽ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് ഇറ്റ് എന്നുള്ളതിൻ്റെ കുറിച്ച് ഒബ്ജക്റ്റീവും അത് ദാറ്റ് ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞിരിക്കണം. അതൊരു സ്റ്റേജാണ്. ഇത് നോക്കിയാൽ ഡിഫൈൻ കഴിഞ്ഞാൽ ഡിഫൈൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കേണ്ടതെന്നാണ് നോക്കി വെച്ചാൽ മതി. ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഈസ് ദ പ്രോബ്ലം എന്നതിനെ കുറിച്ച് വേണം. കസ്റ്റമറിൻ്റെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എന്താണ്, വാട്ട് ഈസ് ദ ഗോൾസ് എന്താണ്, ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് അച്ചീവ് ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് പ്രോജക്റ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ. സെക്കൻഡ് എന്താണ്, സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, മെഷർ. സെക്കൻഡ് ഈസ് മെഷർ. എം സ്റ്റാൻഡ്സ് അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, the team assembles a complete picture of the current status of the project. അത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് നമ്മുടെ ബിസിനസ്സിൽ, അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി പ്രോസസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് എ ബേസ് ലൈൻ ത്രൂ മെഷർമെൻറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന പെർഫോമൻസുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദി പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് എടുക്കും. ആ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ആ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദി പ്രോസസ് അതിൻ്റെ എന്താണ് അത് മുന്നിലെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ബേസ് എടുത്തുകൊണ്ട് ഒരു ബേസ് ലൈൻ വയ്ക്കും, അതിൽ റെഫറൻസ് ലൈൻ വയ്ക്കും. അത് ഇപ്പോഴത്തെ പെർഫോമൻസിൻ്റെ ബേസിസിലൊരു ബേസ് ലൈൻ അഥവാ ഒരു റെഫറൻസ് ലൈൻസ് ചെയ്യും ത്രൂ അത് നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം. എന്നിട്ട് വേണം നമ്മൾ പുതിയ സിസ്റ്റത്തിലേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എങ്ങനെയാണ് കണ്ടീഷൻ, ആ കണ്ടീഷൻ്റെ അത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ബേസ് ലൈൻ ത്രൂ മെഷർമെൻറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം. എസ്റ്റാബ്ലിഷസ് എ ബേസ് ലൈൻ ത്രൂ മെഷർമെൻറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ്. ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം മെഷർ ചെയ്തുകൊണ്ട് ബേസ് ലൈൻ ഉണ്ടാക്കിയിരിക്കുക. അതായത് ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ റെഫറൻസ് ലൈൻ സ്റ്റാൻഡേർഡ് നമുക്ക് വിചാരിച്ചാൽ അങ്ങനെ വേണം ചെയ്യിപ്പിക്കും. അതാണ് ചെയ്യുന്നത് സെക്കൻഡ് മെഷറിംഗ്. തേർഡ് എന്താണ് ചെയ്യുന്നത്, തേർഡ് ഈസ് അനലൈസ് എന്നാണ് പറയുന്നത്. അനലൈസ് എന്താണ് അനലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പോസിബിൾ ആയിട്ട് എല്ലാം കോസൽ ഫാക്ടേഴ്സ്, കോസൽ ക്യാഷ് എന്ന് തെറ്റി വായിക്കുന്നത് കോസൽ, അതായത് ഈ കാരണം ഇത് ഉണ്ടാവാനുള്ള കാരണക്കാരനായ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് അത് കണ്ടുപിടിക്കുകയാണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഡിറ്റർമിൻ ദ റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം. ഈ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണങ്ങൾ, കോസ് ആയിട്ടുള്ള കോസൽ ഫാക്ടേഴ്സ് എന്നാണ് അതിനെ പറയുക. കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് നമ്മുടെ പ്രോബ്ലം റൂട്ട് കോസ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഇനി നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എന്താണ് ആവശ്യമുള്ള ഡാറ്റ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഡാറ്റ ദാറ്റ് ഇസ് റിക്വയർഡ് ടു സോൾവ് അല്ലെങ്കിൽ ടു അനലൈസ് ചെയ്യാനുള്ള ഡാറ്റകൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം ഈ ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു, പോസിബിൾ കോസുകളെല്ലാം കണ്ടുപിടിക്കുന്നു. ആൻഡ് ഇംപ്ലിമെൻറ്റ് കൗണ്ടർ മെഷേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന് കളയാനുള്ള കൗണ്ടർ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് തേർഡ് എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് കൗണ്ടർ മെഷേഴ്സ് ആൻഡ് ദ പ്രോബ്ലം ഗോസ് അവേ ബട്ട് ഇവൻച്വലി. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, പോസിബിൾ കോസസുകൾ കണ്ടുപിടിക്കുന്നു, അതിനുള്ള ആ പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് ആ കാരണങ്ങൾ കളയാനുള്ള ചില മെഷേഴ്സ് എടുക്കുന്നതാണ് പറയുന്നത്. പക്ഷേ വെരി ഓഫൺ ഇങ്ങനെയാണ് ഓർഗനൈസേഷൻ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചതിനെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഈ പ്രോബ്ലം ഉണ്ടാവില്ല, പിന്നീട് അത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത് ബട്ട് ഇവൻച്വലി റിട്ടേൺസ്. പിന്നെ ആ പ്രോബ്ലം പതുക്കെ കയറി വരുന്നതാണ് പറയുന്നത്. അതായത് മിക്കവാറും കാരണം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് പോയാലും നമ്മൾ പറയല്ലേ, നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ അസുഖം മാറും, പക്ഷെ പിന്നീട് ചിലപ്പോൾ വീണ്ടും അസുഖം വരും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്ന സ്റ്റേജാണ് അനലൈസർ. അല്ലാതെ നമ്മൾ വെറുതെ അതിനുള്ള നമുക്കൊരു വേദന വന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരസെറ്റമോൾ തന്നിട്ട് വേദന നമുക്ക് കുറയ്ക്കാം, പക്ഷേ പാരസെറ്റമോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വേദന വീണ്ടും വരും. കാരണം എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സിക്സ് സിഗ്മയുടെ ഫസ്റ്റ് മെത്തഡോളജി DMA-ICയിൽ അനലൈസ് ചെയ്യുന്നത് ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുകയാണ്, അല്ലാതെ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യല്ല ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് നമ്മൾ ആ സിംപ്റ്റത്തെ മാത്രം ട്രീറ്റ് ചെയ്ത് കാര്യമില്ല, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് ഈസ് ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. I stands for improve എന്നാണ്. ഇംപ്രൂവ് എന്ന് പറയുന്നത് അറിയാം, നമ്മൾ ആ കണ്ടുപിടിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ബെറ്റർമെൻറ്റിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദിസ്
ways എന്താണ് ഐഡൻറ്റിഫൈ ഇംപ്ലിമെൻറ്റ് ആൻഡ് വാലിഡേറ്റ് ദ കറക്റ്റീവ് ആക്ഷൻസ്. നമ്മുടെ എന്താണ് നമ്മളിങ്ങനെ ശരിയാക്കാൻ എടുക്കുന്ന ആക്ഷൻ എങ്കിൽ കറക്റ്റീവ് മെഷർ എങ്കിൽ അത് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് കറക്റ്റായിട്ട് തന്നെ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നിട്ടില്ലേ രീതിയിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരുവിധം എല്ലാ ഇഷ്യൂസുകളും റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. And surely it will increase the process efficiency, quality improvement in the quality and operating safety. സ്വാഭാവികം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കൂടാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, ഓപ്പറേറ്റർക്ക് വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അത് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം. ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞില്ലേ വാലിഡേറ്റ് ചെയ്യാനുള്ളത്. വാലിഡേറ്റ് ചെയ്യാൻ അതിനെ നമ്മളത് കറക്റ്റ് അല്ലേ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകൾ യൂസ് ചെയ്യും. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും, കണക്ക് അല്ലേ, കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് അത് അവിടെ ഫിറ്റ് ആവുമോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇംപ്രൂവിൽ ആകെ ചെയ്തതെന്നാണ് നമ്മളത് കൃത്യമായിട്ടുള്ള നമ്മുടെ ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വാലിഡേറ്റ് ചെയ്തു. വാലിഡേറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇവിടെ ഓക്കെ ശരി ടിപ്പ് എന്നിട്ട് പോകല്ല, അതിന് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ ആൻഡ് ടെക്നിക്സുകൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് കൺട്രോൾ എന്നാണ് പറയുന്നത്. കൺട്രോൾ എന്തായാലും ഉദ്ദേശം എന്ന് പറയാനില്ല. നമുക്ക് എന്താണ് നമ്മൾ കൺട്രോൾ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും അത് സപ്പോർട്ട് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. വൺസ് അത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞു എന്ന് പറയില്ല, യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ എന്നാണ് പറയുന്നത്. പ്രോപ്പർ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ എൻഷുർ ദ പ്രോസസ് ഡസ് നോട്ട് ഗോ ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെല്ലാ കറക്ഷൻസും നടത്തി കഴിഞ്ഞു, ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നു കഴിഞ്ഞു, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതെ പഴയ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. പ്രോസസ്സ് ആയാലും ശരി, ക്വാളിറ്റി ആയാലും ശരി, ആ കാര്യങ്ങൾ പഴയ രീതിയിലേക്ക് പോകാനായിട്ട് പാടില്ല. ആ ഒരു കെയർ എടുക്കുന്ന സ്റ്റേജാണ് എന്താണ് പറയുന്നത് കൺട്രോൾ എന്ന് പറയുന്നത്. ദാറ്റ് വി ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ദ പ്രോസസ് ഡസ് നോട്ട് ഗോ ബാക്ക് ടു ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഓൾ ദി പ്രോസസ് ഡോക്യുമെൻറ്റേഷൻസ് മസ്റ്റ് ബി ഡൺ. അതായത് പ്രോസസ്സിങ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ഡോക്യുമെൻറ്റേഷൻ അതായത് പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളിങ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ 6 സിഗ്മ. അപ്പോൾ ക്ലാസ് കുറച്ച് ലോങ് ആയിരിക്കാം, ഇറ്റ്സ് ഓക്കെ. നമ്മൾ ആ ടോപ്പിക്ക് എന്നുവെച്ചാൽ നമുക്കങ്ങനെ കുറച്ച് ചെറിയൊരു ഇത് കേൾക്കല്ലോ, ഒരു കേൾക്കാണ്. അതുകൊണ്ട് നമ്മളിത് 6 സിഗ്മ എന്നുള്ളത് കഴിഞ്ഞു. ആൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തന്നിട്ടില്ല. ബട്ട് ഐ വിൽ പുട്ട് ദ സ്ലൈഡ്സ് ഓഫ് ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ലൈഡ്സുകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ സെഷൻസിൽ ഐ വിൽ ഗിവ് യു ദ രണ്ടാമത്തെ മെത്തഡോളജി നമുക്ക് പഠിക്കാൻ തന്നിട്ടില്ല. എന്തായാലും എൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞുതരാം. ഡി സ്റ്റാൻഡ്സ് ഫോർ സെയിം, ഡിഫൈൻ തന്നെയാണ്. എൻ സ്റ്റാൻഡ്സ് ഫോർ മെഷർ തന്നെയാണ്. എ സ്റ്റാൻഡ്സ് ഫോർ അനലൈസ് തന്നെയാണ്. അഗെയിൻ ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിസൈൻ ആൻഡ് വി സ്റ്റാൻഡ്സ് ഫോർ വെരിഫൈ. ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഇതിൻ്റെ ഫുൾ ഫോം എന്താണുള്ളത്? ഡിഫൈൻ, മെഷർ, അനലൈസ്, ഡിസൈൻ ആൻഡ് വെരിഫൈ ആണ് പറയുന്നത്. ഇതൊരു കസ്റ്റമർ സർവീസ് ആസ്പെക്ട്സിലുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിയുമെങ്കിൽ ഞാൻ അതിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് ക്ലിയർ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.